മാസജാതകം തുലാം ജൂലൈ 2025 പൊതുവായത് തുലാം രാശിഫലം 2025 ജൂലൈയിൽ പൊതുവെ അനുകൂലമായ ഒരു മാസം പ്രവചിക്കുന്നു. സൂര്യന്റെ സംക്രമണം ആദ്യ പകുതിയിൽ ശരാശരി ഫലങ്ങൾ നൽകും, പക്ഷേ രണ്ടാം പകുതിയിൽ അത് നിങ്ങളുടെ കർമ്മമന്ദിരത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജൂലൈ 28 വരെ ലാഭഭവനത്തിൽ ചൊവ്വയുടെ സംക്രമണം അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും അതിനുശേഷം അതിന്റെ ആഘാതം ദുർബലമാകും. ഒരു മാസം മുഴുവൻ നിങ്ങളുടെ കരിയർ ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന മെർക്കുറി നല്ല പുരോഗതി നൽകും. എന്നിരുന്നാലും ജൂലൈ 18 ശേഷമുള്ള പിന്തിരിപ്പൻ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം. രാഹുവിന്റെ സ്വാധീനം കാരണം ഇടയ്ക്കിടെ ദുർബലമായ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭാഗ്യത്തിന്റെ ഭവനത്തിൽ വ്യാഴം മിക്കവാറും അനുകൂല ഫലങ്ങൾ നൽകും. ജൂലൈ 26 വരെ നിങ്ങളുടെ 8ാം ഭാവത്തിലൂടെ ശുക്രന്റെ സംക്രമണം സമ്മിശ്ര ഫലങ്ങൾ നൽകും. അതിനുശേഷം ഭാഗ്യഭവനത്തിലേക്കുള്ള അതിന്റെ ചലനം നല്ല ഫലങ്ങൾ നൽകും. ജൂലൈ 13 മുതലുള്ള ശനിയുടെ പിന്തിരിപ്പൻ വരവ് കുടുംബജീവിതത്തെ അല്പം ബാധിക്കുമെങ്കിലും സ്ഥിരത നൽകും. 5ാം ഭാവത്തിലെ രാഹു ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം, പക്ഷേ വ്യാഴത്തിന്റെ സ്വാധീനം അവ പരിഹരിക്കാൻ സഹായിക്കും. ലാഭഭവനത്തിൽ കേതുവിന്റെ കൈമാറ്റം പ്രയോജനകരമായ സാമ്പത്തിക ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. കരിയറിൽ 10ാം ഭാവത്തിൽ ബുധന്റെ സാന്നിധ്യവും കർമ്മമന്ദിരത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരവും വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കൊണ്ടുവരും. ബിസിനസ് ഉടമകൾക്കും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും പുരോഗതിയും അംഗീകാരവും കാണാൻ സാധ്യതയുണ്ട്. പ്രൈമറി ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തും. ചൊവ്വയുടെ സ്വാധീനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങളുമായി കുടുംബജീവിതം ഐക്യത്തോടെ തുടരും, പക്ഷേ സഹോദരങ്ങളുമായും അടുത്ത സുഹൃത്തുക്കളുമായും ബന്ധം പോസിറ്റീവ് ആയിരിക്കും. പ്രണയവും വിവാഹവും ഇടയ്ക്കിടെ വിയോജിപ്പുകൾ അഭിമുഖീകരിക്കുമെങ്കിലും മൊത്തത്തിൽ യോജിപ്പുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ജൂലൈ 28 മുമ്പ് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്പാദിക്കാനും നല്ല അവസരങ്ങളുള്ള മാസം അനുകൂലമാണ്. എന്നിരുന്നാലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം. ആരോഗ്യം പൊതുവെ സുസ്ഥിരമായിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും, പിന്തുണയ്ക്കുന്ന ഗ്രഹസ്വാധീനങ്ങളുടെ സഹായത്തോടെ. മൊത്തത്തിൽ ജൂലൈ 2025 തുലാം രാശിക്കാർക്ക് അനുകൂലമായ മാസമായിരിക്കും. ചില ചെറിയ വെല്ലുവിളികൾ എളുപ്പത്തിൽ മറികടക്കാം. പ്രതിവിധി: പതിവായി ക്ഷേത്രം സന്ദർശിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠയെ പ്രണമിക്കുകയും ചെയ്യുക. തുലാം രാശിയുടെ ദേവത ശുക്രനാണ്. സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും ദേവതയായി കണക്കാക്കപ്പെടുന്ന ശുക്രൻ തുലാം രാശിയുടെ അധിപനാണ്. ഈ രാശിചക്രത്തിലെ ആളുകളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഈ ഗ്രഹം സ്വാധീനം ചെലുത്തുന്നു.